തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര ഇളകി അപകടം. നെടുമങ്ങാട് സ്വദേശിനി രമ്യയും മക്കളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ താൽക്കാലിക ഷെഡിലാണ് കുടുംബം ഇപ്പോൾ കഴിയുന്നത്. ഫാൻസിക്കടയിലെ ജീവനക്കാരിയായ രമ്യയുടെ ആകെയുള്ള 3 സെന്റ് സ്ഥലത്ത് വച്ച വീടിന്റെ മേൽക്കൂരയാണ് ഇളകിപ്പോയത്. രമ്യയുടെ തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞുപോകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ വീടിന്റെ തകര ഷീറ്റിട്ട മേൽക്കൂര ഒന്നാകെ ഇളകിപ്പോവുകയായിരുന്നു. ഷീറ്റ് ഇളകുന്നതിന്റെ ശബ്ദം കേട്ട ഉടൻ രമ്യ മക്കളെ എടുത്ത് പുറത്തേക്ക് ഓടിയതിനാലാണ് ദുരന്തം ഒഴിവായത്. നിലവിൽ നാട്ടുകാർ താൽക്കാലികമായി ടാർപോളിൻ വിരിച്ച് കിടക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്ന് രമ്യ പറഞ്ഞു. ഇന്ന് പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും ഇടിയിലും എൻ്റെ വീടിൻ്റെ മേൽക്കൂര പറന്നു പോകുന്നതായി കണ്ട് ഞാൻ മക്കളെ എടുത്ത് പുറത്തേക്ക് ഓടി. അതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. എൻ്റെ മക്കളുടെ പുസ്തകങ്ങൾ, വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നഷ്ടമായി. വീട്ടിലിനി ഒരു സാധനമില്ല, എല്ലാം നശിച്ചു പോയി. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിനയനും 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിജിത്തുമാണ് അപകട സമയം വീട്ടിലുണ്ടായിരുന്നത്. ഇളയ മകൻ വിജിത്ത് കാഴ്ചക്കുറവിന് ചികിത്സ തേടുന്ന കുട്ടിയാണ്. ചികിത്സാ ചെലവിനും മറ്റും തുക കണ്ടെത്താൻ കഷ്ടപ്പെടുന്നതിനിടെയാണ് വീടും നഷ്ടമായത്. മേൽക്കൂര ഇളകിപ്പോയതോടെ മക്കളുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങളും വൈദ്യുതോപകരണങ്ങളും നശിച്ചു. ഇനിയെങ്കിലും അധികൃതർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണിവർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.